നിലാവിൻ്റെ വാഗ്ദാനം. ഒരു യൂണിക്കോണിൻ്റെ അവസാന രഹസ്യം. രാത്രി. അത് സാധാരണ ഒരു രാത്രി അല്ലായിരുന്നു. ആകാശം അസാധാരണമായി തെളിഞ്ഞിരുന്നു. നക്ഷത്രങ്ങൾ പതിവിനേക്കാൾ കൂടുതൽ പ്രകാശിച്ചു. ചന്ദ്രൻ വളരെ അടുത്ത് നിൽക്കുന്നത് പോലെ തോന്നി. കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമം. വീടുകളുടെ മുകളിൽ തേങ്ങാമരങ്ങളുടെ നിഴൽ വീണു. ദൂരത്ത് ഒരു ചെറുനദിയുടെ ശബ്ദം. ആ ഗ്രാമത്തിൽ ഒരു കുട്ടി, മിഥുൻ മറ്റുള്ള കുട്ടികളെ പോലെ അല്ലായിരുന്നു. അവന് കളിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ അതിലും കൂടുതലായി അവൻ സ്വപ്നം കാണാൻ ഇഷ്ടപ്പെട്ടു. അവൻ്റെ അമ്മ പലപ്പോഴും പറഞ്ഞു, നക്ഷത്രങ്ങൾ നോക്കി സമയം കളയരുത്. പക്ഷെ മിഥുൻ അറിയും, അവിടെ എന്തോ ഉണ്ടെന്ന്. ആ രാത്രി, ഒരു ദിവസം പൂർണ്ണമായ രാത്രി, മിഥുൻ ഉറങ്ങാൻ ശ്രമിച്ചു. പക്ഷെ ഒരു ശബ്ദം കേട്ടു, മൃദുവായി ഒരു സംഗീതം പോലെ. അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ഗ്രാമത്തിന് പുറകിലുള്ള കാട്. ആ കാട് സാധാരണ ആളുകൾ പോകാത്തത്. പക്ഷേ ആ രാത്രി കാട് തന്നെ വിളിക്കുന്നത് പോലെ തോന്നി. മിഥുൻ അകത്തേക്ക് നടന്നു. ഓരോ ചുവടും പ്രകാശം കൂടിയിരുന്നു. പെട്ടെന്ന് അവൻ്റെ മുന്നിൽ ഒരു പ്രകാശം. അത് സ്ലോലി രൂപം കൊണ്ടു. വെള്ള നിറം, മൃദുവായി പ്രകാശം. മുൻവശത്ത് ഒരു സ്വർണ്ണക്കൊമ്പ്, ഒരു യൂണിക്കോൺ. മിഥുൻ ശ്വാസം പോലും പിടിച്ചു. അത് സത്യമാണ്. ആ യൂണിക്കോൺ അടുത്തേക്ക് വന്നു. കണ്ണുകളിൽ ഒരു ദുഃഖം. ഞാൻ നീല. മിഥുൻ മന്ദമായി ചോദിച്ചു, നീ എന്തിന് വിഷമിക്കുന്നു? നീല പറഞ്ഞു, ഞാൻ ഈ ലോകത്തിലെ അവസാന യൂണിക്കോണാണ്. മിഥുൻ ഞെട്ടി. മറ്റുള്ളവർ? അവരെല്ലാം അപ്രത്യക്ഷമായി. ഒരു ശക്തി. അത് മനുഷ്യരല്ല, മൃഗങ്ങളുമല്ല. അത് ഇരുട്ട്. അത് വിശ്വാസം ഇല്ലായിരുന്നു. സ്വപ്നങ്ങൾ നശിപ്പിക്കും. മിഥുൻ ഒരു മിനിറ്റ് പോലും ചിന്തിച്ചില്ല. ഞാൻ നിന്നെ സഹായിക്കാം. നീല നോക്കി. നീ ചെറിയവനാണ്. മിഥുൻ ചിരിച്ചു. ഹൃദയം ചെറിയതല്ല. അവർ ഒരുമിച്ച് യാത്ര തുടങ്ങി. വഴിയിൽ മഞ്ഞ് നിറഞ്ഞ വഴി, വെള്ളം പോലെ മിനുങ്ങുന്ന നദി, ഇരുട്ട് നിറഞ്ഞ കാട്. ഓരോ സ്ഥലവും ഒരു പരീക്ഷണം. കാട്ടിൽ മിഥുൻ തൻ്റെ ഭയങ്ങൾ കണ്ടു. ഒറ്റപ്പെടൽ, പരാജയം, ഇരുട്ട്. ഒരു ശബ്ദം, നീ തിരിച്ചു പോ. മിഥുൻ കണ്ണടച്ചു. എനിക്ക് ഭയമുണ്ട്, പക്ഷെ ഞാൻ നിർത്തില്ല. കാട് അപ്രതീക്ഷിതമായി. നദിയിൽ അവൻ തൻ്റെ പഴയ ദുഃഖങ്ങൾ കണ്ടു. കരങ്ങൾ, ദിവസങ്ങൾ. പക്ഷേ അവൻ പറഞ്ഞു, ഇവയാണ് എന്നെ ശക്തമാക്കിയത്. വഴി തുറന്നു. അവസാനം ഒരു വലിയ ഇരുണ്ട സ്ഥലം. അവിടെ ആ ശക്തി, ഒരു ശബ്ദം. നീ എന്തിനു വന്നത്? മിഥുൻ പറഞ്ഞു. നീ എന്തിന് എല്ലാം നശിപ്പിക്കുന്നു? ശബ്ദം മന്ദമായി. കാരണം ആരും വിശ്വസിക്കുന്നില്ല. എനിക്ക് ഒരിക്കൽ വെളിച്ചമുണ്ടായിരുന്നു. മിഥുൻ മുന്നോട്ട് നടന്നു. ഞാൻ വിശ്വസിക്കുന്നു. അവൻ നീലയുടെ കൊമ്പ് തൊട്ടു. ഒരു വലിയ പ്രകാശം. ഇരുട്ട് അകന്നു. നീല വീണ്ടും ശക്തിയായി. പക്ഷേ അവൾ മിഥുനെ നോക്കി. ഇപ്പോൾ ഞാൻ പോകണം. മിഥുൻ കണ്ണു നിറഞ്ഞു. വീണ്ടും കാണുമോ? നീല ചിരിച്ചു. നീ ചന്ദ്രനെ നോക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാകും. അവൾ പ്രകാശമായി മാറി. ആകാശത്തേക്ക് ഉയർന്നു. മിഥുൻ വീട്ടിലെത്തി. ആകാശം നോക്കി നിന്നു. ചന്ദ്രൻ്റെ അരികിൽ ഒരു ചെറിയ പ്രകാശം. യൂണിക്കോണുകൾ യഥാർത്ഥത്തിലുണ്ടോ? ആരറിയാം. പക്ഷേ വിശ്വാസമുള്ളവർക്ക് അത്ഭുതങ്ങൾ സംഭവിക്കും. നീലയുടെയും മിഥുനിൻ്റെയും കഥ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് തരുമല്ലോ അല്ലേ? നീലയുടെ ഇനിയുള്ള കഥകൾക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ.